وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا عباد الله وإماء الله أوصيكم وإياي بتقوى الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു ഈദിനു കൂടി നമ്മൾ സാക്ഷികളായിരിക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇവിടെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എൻ്റെ ബലിപെരുന്നാൾ സന്തോഷം അറിയിക്കുകയാണ്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ. സ്വയം വിഡ്ഢിയായവനല്ലാതെ, പമ്പര വിഡ്ഢിയല്ലാതെ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തിൽ നിന്ന്, മില്ലത്തിൽ നിന്ന് വഴി തിരിഞ്ഞ് നടക്കുകയില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു മഹാ നബിയെ, പ്രവാചകനെ ഓർക്കുകയാണ് നമ്മളിപ്പോൾ. ത്യാഗനിർഭരമായ ആ ജീവിതം അയവിറക്കുകയാണ് നമ്മളിപ്പോൾ. ഓരോ വർഷത്തിലും അല്ല, ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരവേളകളിലും നമ്മൾ ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് എന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അനുഗ്രഹം വർഷിച്ചതുപോലെ, ബറക്കത്ത് വർഷിച്ചതുപോലെ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അല്ലാഹുവേ നീ സ്വലാത്തും ബറക്കത്തും വർഷിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രത്യേകത? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതിനേക്കാൾ എന്ത് വലിയ അനുഗ്രഹമാണ് അബുൽ അംബിയാ വ ഇമാമുൽ ഹുനഫാ വ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കിട്ടിയത്. ഉലമാക്കൾ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയമായ അഭിപ്രായങ്ങളിൽ ഒന്ന്, ഇബ്രാഹിം നബിക്ക് വേറിട്ട ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ സൽകീർത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന ഖുർആൻ
ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൻഗാമികളിൽ റബ്ബേ എനിക്ക് നീ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. ഇതുപോലെ പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങൾ വേറിട്ട പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നടത്തിയ പ്രാർത്ഥന, റബ്ബേ നീ എനിക്ക് തരുന്ന അധികാരം അതുപോലെയുള്ള അധികാരം നീ മറ്റാർക്കും കൊടുക്കരുതേ എന്നാണ്. സോളമൻ ചക്രവർത്തി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ വേറിട്ട പ്രാർത്ഥന നടത്തിയിരുന്നത് നമുക്ക് കാണാം. ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീല, ആർക്കും കൊടുക്കാത്ത വസീല ഫദീല എന്ന മഹത്തായ പദവി, ആ സ്ഥാനം എനിക്ക് തരണമേ. എന്റെ സമുദായമേ, അത് എനിക്ക് കരഗതമാകാൻ വേണ്ടി, എനിക്ക് സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടി എന്റെ ഉമ്മത്തികളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫറന്റ് ആവുക, വേറിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു മഹാന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയായിരുന്നു. സമൂഹത്തിന്റെ ഒഴുക്കിനൊത്തല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നീങ്ങിയത്, ഒഴുക്കിനെതിരെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുടനീളം നമ്മളോടത് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 അർത്ഥത്തിൽ ജിഹാദ് ചെയ്തിട്ടുണ്ട്, സമരരംഗത്തുണ്ടായിരുന്നിട്ടുണ്ട്. അതിലൊന്ന് സ്വന്തത്തോടുള്ള സമരമാണ്, മുജാഹദത്തുൻ നഫ്സാണ്. അത് നമ്മൾ ഓരോരുത്തരും നടത്തണം. സ്വന്തം നഫ്സിനെ നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടുവരണം. രണ്ടാമത്തേത് കുടുംബത്തോടാണ്. അധർമ്മത്തിലാണ്, ശരികേടിലാണ് മാതാവെങ്കിൽ, പിതാവെങ്കിൽ, മക്കളെങ്കിൽ, കുടുംബമെങ്കിൽ ആ കുടുംബത്തോട്, ആ വാപ്പയോട് എനിക്ക് രാജിയാകാൻ പറ്റില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിതാവിനോട് സലാം ചൊല്ലി പടിയിറങ്ങുന്നത്. മൂന്നാമത്തേത് ഭരണാധികാരികളുടെ, സമൂഹത്തിന്റെ തോന്നിവാസങ്ങളോട് എതിരായിരുന്നു. നമ്രൂദിന്റെയും പുരോഹിത പരിഷകളുടെയും എല്ലാ വൃത്തികേടുകൾക്കും തോന്നിവാസങ്ങൾക്കും അരുനിൽക്കുകയല്ല, ഓശാന പാടുകയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ലക്ഷ്യം 3 ആയിരുന്നു: തൗഹീദ്, റിസാല, ആഖിറ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, നീതിയും ന്യായവും നിലനിർത്തുക, സുരക്ഷിതത്വവും നിർഭയത്വവും നിലനിർത്തുക. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ്, റിസാല, ആഖിറ, ഈ 3 കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യം. ഈ 3 കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അംബിയാ മുർസലീങ്ങൾ വന്നപ്പോഴൊക്കെയും മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 3 കാര്യങ്ങൾ നിലനിർത്താൻ പ്രവാചകന്മാർ വന്നപ്പോഴൊക്കെ 4 ശക്തികൾ അവരെ എതിരിട്ടതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതിലൊന്ന് ബഹുദൈവ വിശ്വാസികളാണ്, മുശ്രിക്കീങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം അധികാരികളാണ്, നാട്ടിലെ ഭരണാധികാരികളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ അധികാരത്തിലിരുന്ന ഉത്ബത്തും ശൈബത്തും അങ്ങേയറ്റം പരിശ്രമിച്ചു അള്ളാന്റെ റസൂലിനെ ഉന്മൂലനം ചെയ്യാൻ. നമ്രൂദ് എന്ന അധികാരി ഇബ്രാഹിം നബിക്കെതിരെ തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം, പ്രവാചകന്മാർക്കെതിരെ തിരിഞ്ഞ മൂന്നാമത്തെ വിഭാഗം സമ്പന്ന വർഗമാണ്, പ്രമാണി വർഗമാണ്, കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ ഈ സമൂഹത്തിന്റെ താളം തെറ്റിക്കുന്ന അപകടകാരികളാണ്. അവർക്ക് വേണ്ടത് സമ്പത്താണ്. അതിനുവേണ്ടി രാജ്യം നശിപ്പിച്ചാലും, ഇവിടുത്തെ ജലം നശിപ്പിച്ചാലും, ഇവിടുത്തെ പ്രകൃതി നശിപ്പിച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. പണത്തോട് വെറി പൂണ്ട വിഭാഗമാണവർ. അവരും അംബിയാ മുർസലീങ്ങളെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വന്ന വിഭാഗമാണ്. നാലാമത്തെ വിഭാഗം, പ്രവാചകന്മാരെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വന്ന നാലാമത്തെ വിഭാഗം പുരോഹിതന്മാരാണ്.
ഗുർമീത് സിംഗിനെ നമുക്കറിയാം, ആശാറാം ബാപ്പുവിനെ നമുക്കറിയാം, അമ്മമാരെയും ബാബമാരെയും അറിയാം. ഇവരൊക്കെയും വലിയ വലിയ കള്ളന്മാരും കൊള്ളക്കാരും മാഫിയകളും അധാർമികതകളുടെ പര്യായങ്ങളുമാണ്. ഈ വക ഇത്തരം വലിയ വലിയ ആൾദൈവങ്ങൾ ഹൈന്ദവ മതത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ക്രൈസ്തവ മതത്തിൽ അതിനേക്കാളേറെ നമുക്ക് കാണാൻ പറ്റും. ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിലുള്ള ഈ കള്ള ഇബ്ലീസുകളേക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേഷം കെട്ടി ആളുകളെ പറ്റിക്കുന്നവർ. പ്രവാചകന്മാർ വേഷം കെട്ടി നടക്കുന്നവരായിരുന്നില്ല, അവർ മാന്യന്മാരായിരുന്നു, അധ്വാനിച്ച് തിന്നുന്നവരായിരുന്നു. ആളുകളുടെ ധനം അന്യായമായി പിടിച്ചെടുത്തും അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തും മനസ്സിലെ പ്രശ്നങ്ങൾ പറഞ്ഞും വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞും ദാമ്പത്യ പ്രശ്നങ്ങൾ പറഞ്ഞും അങ്ങനെ ഗൈബ് പറഞ്ഞുകൊണ്ട് അദൃശ്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന കള്ളന്മാരായിരുന്നില്ല പ്രവാചകന്മാർ. ഈ 4 വർഗം മുശ്രിക്കീങ്ങൾ, അധികാരികൾ, സമ്പന്നവർഗം, പുരോഹിതന്മാർ, ഈ 4 വർഗം എപ്പോഴും ഇപ്പോഴും ഇന്നും മുവഹിദീങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതായി നമ്മുടെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മക്ക കേന്ദ്രമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവർത്തിച്ചപ്പോൾ ഈ 4നെയും അതിശക്തമായി പ്രതിരോധിച്ച് നിർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മക്ക എന്നത്, മക്കയിൽ നിലകൊള്ളുന്ന കഅബ എന്നത് കേവലം ഒരു 4 ചുമരുകളുടെ സാകല്യത്തെ പറ്റി പറയുന്ന പേരല്ല. കഅബ എന്ന് പറയുന്നത് ഒരു പ്രതിനിധാനമാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് കൃതികൾ മക്കയെക്കുറിച്ച്, കഅബയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ കൃതികളിൽ ഒന്ന് ദി സേക്രഡ് സിറ്റി എന്ന പേരിൽ ഒരു ചെറിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട, കോറിയിട്ടപ്പെട്ട ഒരു ഉല്ലേഖനമുണ്ട്. ആ ഉല്ലേഖനം ഇങ്ങനെയാണ്: ദി ഓൺലി മക്ക I ever acknowledged was a metaphysical destination എന്ന്. അതീന്ദ്രിയമായ, അതിഭൗതികമായ, എത്തിപ്പിടിക്കേണ്ട ഒരു നാട് മാത്രമേ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ, അത് മക്കയാണ്, കഅബയാണ് എന്ന് പറയുന്നുണ്ട്. മക്കയുടെ പ്രത്യേകത, കഅബ നിലകൊള്ളുന്ന മക്കയുടെ പ്രത്യേകത അതിൻ്റെ സമാധാനമാണ്, അതിൻ്റെ ശാന്തിയാണ്. ലോകത്തെങ്ങും അസമാധാനമാണ് ഉള്ളത്. മനുഷ്യരുണ്ടാക്കുന്ന കലാപങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും, കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യുദ്ധങ്ങൾക്കും പുറമെ പ്രകൃതി ദുരന്തങ്ങൾക്കും അവൻ ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിലും അസമാധാനം നിറഞ്ഞ് കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സ്ഥിതിവിശേഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധനായ കവി അബുൽ അലാ അൽ മഅറി മക്കയെ കുറിച്ച് പറയുന്നിടത്ത് എഴുതിയൊരു വരി നോക്ക്: ഖഫിഫിൽ വത്അ മാ അദുന്നു അദീമൽ അർളി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി സിർഇൻ ഇസ്തതഅത ഫിൽ ഹവായി റുവൈദൻ ലഖ്തിയാലൻ അലാ റുഫാത്തിൽ ഇബാദി. നിങ്ങൾ കഅബ നിലകൊള്ളുന്ന ഈ മക്കയുടെ ഭൂമിയിലൂടെ നിങ്ങൾ മെല്ലെ മെല്ലെ നടന്നു പോവുക. പറ്റുമെങ്കിൽ കാൽപാദം ഉയർത്തിവെച്ച് പറക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കാൽ ചുവട്ടിൽ എല്ലാം ഉണ്ടാകും പൂർവീകരുടെ അസ്ഥികൾ എന്ന് പറയുന്നുണ്ട്. അത്ര പവിത്രമായി കഅബ നിലകൊള്ളുന്ന മക്കയുടെ മണ്ണിനെ പോലും കാണണം എന്ന് ഒരു കവി അയാളുടെ കാവ്യഭാഷയിൽ പറയുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ അതിൻ്റെ വാതിലുകൾക്ക് മുകളിൽ ഉല്ലേഖനം ചെയ്തു വെക്കപ്പെട്ട ഭാവാത്മകമായ ഒരു വരിയുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ വരിയുടെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: മക്ക അതിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയാൽ നിന്റെ കറുത്ത രോമങ്ങൾ പോലും നിമിഷാർദ്ധം കൊണ്ട് നരച്ചു പോകുമെന്നാണ്. വേദനയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് മക്കൾക്ക്. ദുഃഖത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് മക്കൾക്ക്. ഏകദൈവത്തിന്റെ, ഏകനായ അള്ളാഹുവിന്റെ ഭവനത്തിൽ 360ഓളം വരുന്ന മഹത്വത്തെ, വിഗ്രഹങ്ങളെ കയറ്റിവെച്ചപ്പോൾ അതിലെല്ലാം വീർപ്പുമുറ്റി
നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ ഒരു മക്കയുടെ കഥയുണ്ട്, ഒരു കഅബയുടെ കഥയുണ്ട്. ആ കഥയെങ്ങാനും മക്കയും കഅബയും നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ കറുത്ത രോമങ്ങൾ പോലും നിമിഷാർദ്ധം കൊണ്ട് നരച്ചു പോകുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജിന്റെ മനാസിക്കുകളിൽ മാറ്റം വരുത്തി ഉടുതുണിയില്ലാതെ കഅബ തവാഫ് ചെയ്തപ്പോഴും കഅബയുടെ നാൽച്ചുമരുകളിൽ ബലിച്ചോര കൊണ്ട് ചിത്രം വരച്ചപ്പോഴും ഒന്നാം തരം ശിർക്കിന്റെ ലബ്ബൈക്ക് മുഴക്കിയപ്പോഴും അതിലെല്ലാം വീർപ്പ് മുട്ടി നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ ഒരു കഅബയുടെ കഥയുണ്ട്, ഒരു മക്കയുടെ കഥയുണ്ട്. ആ കഥയെങ്ങാനും മക്കയും കഅബയും നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ കറുത്ത രോമങ്ങൾ പോലും നിമിഷാർദ്ധം കൊണ്ട് നരച്ചു പോകുമെന്നാണ് പറയുന്നത്. കഅബ പ്രതിനിധീകരിക്കുന്നത് ലോകത്തെ മൊത്തം പള്ളികളെയാണ്. കഅബ എന്ന് പറയുന്നത് ഒരു പ്രതിനിധാനമാണ്. മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കനായ മുസ്ലിമിനെ നമുക്ക് പരിചയമുണ്ടാകും. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാളുടെ ആദ്യത്തെ പേര് മാൽക്കം ലിറ്റിൽ എന്നാണ്. മഹാ അപകടകാരിയായിരുന്നു. അങ്ങനെ അമേരിക്കയിൽ ജയിൽഡായി. അങ്ങനെ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അവിടെ വെച്ച് അദ്ദേഹം പേര് മാറ്റി മാൽക്കം എക്സ്. എക്സ് എന്നാൽ മാൽക്കം മരിച്ചു പോയിരിക്കുന്നു എന്നാണ്. അങ്ങനെ വിചിത്രമായ നാമത്തിന്റെ ഉടമയായ മാൽക്കം എക്സ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എന്നെ ഏറെ ആകർഷിച്ചത് മുസ്ലിങ്ങളുടെ പരവതാനിയാണ്, മുസല്ലയാണ്. ആ മുസല്ലയിലാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ ആ പരവതാനിയിൽ തന്നെ അവർ ചിലപ്പോൾ ആഹാരം കഴിക്കും. അപ്പോൾ ആ മുസല്ല തീന്മേശയായി മാറുന്നു. അങ്ങനെ മയങ്ങാൻ വേണ്ടി ആ മുസല്ല തന്നെ അവൻ ഉപയോഗിക്കും. അപ്പോൾ ആ മുസല്ല ബെഡായി. അതിഥികൾ വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിലാണ്, ആ നീണ്ട പരവതാനിയിലാണ്, മുസല്ലയിലാണ് മുസ്ലിങ്ങൾ അവരെ സ്വീകരിക്കുക. അപ്പോൾ ആ മുസല്ല ഒരു സ്വീകരണ മുറിയായി മാറി. എല്ലായ്പ്പോഴും ഉസ്താദുമാർ മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ ആ മുസല്ല ഒരു പഠനമുറിയായി മാറി. ഞാൻ മക്കയിലേക്ക് വന്നപ്പോ മുസല്ലയുടെ വേറെ ഒരു പ്രത്യേകത കണ്ടത്, അവിടെ ആദരണീയനായ ഒരാൾ വരുന്നു, തുടർന്ന് തർക്കത്തിലിരിക്കുന്ന രണ്ടുപേര് വരുന്നു. ആ രണ്ട് കക്ഷികൾ അവിടെ ഇരിക്കുന്നു. ആ ആദരണീയൻ മുസല്ലയിൽ ഇരിക്കുന്നു, രണ്ട് കക്ഷികൾ മുസല്ലയുടെ മറ്റേ ഭാഗത്തിരിക്കുന്നു. എന്നിട്ട് വിധി പറയുന്നു. അപ്പോൾ ആ മുസല്ല ഒരു കോടതി മുറിയായി മാറും. ഇസ്ലാമിൽ പള്ളിയും പള്ളിക്കൂടവും ഒന്ന് തന്നെയാണ്. ഇസ്ലാമിൽ പള്ളിയും പള്ളിക്കൂടവും വേറെയല്ല എന്നതാണ് പ്രത്യേകത. ഇസ്ലാമിൽ പള്ളി തന്നെയാണ് പള്ളിക്കൂടവും. കലയും ശാസ്ത്രവും സാഹിത്യവും ഭാഷയും എല്ലാം വികസിച്ചത് പള്ളിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പള്ളി നിങ്ങൾക്ക് ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും മലമുകളിലോ കാണാൻ സാധിക്കുകയില്ല. പള്ളിയെ കണ്ടാൽ ആരും ചന്ദ്രക്കല വരക്കാറില്ല, പ്രാർത്ഥനാ നിർഭരമായി കൈകൂപ്പി നിൽക്കാറില്ല. കാരണം മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്, നമ്മൾ മുസ്ലിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ദുനിയാവിലെ എല്ലാ രൂപങ്ങളോടും വിട പറഞ്ഞ ഏകനായ അള്ളാഹുവിനെയാണ് അത് ആരാധിക്കുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ഉടനീളം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹയുടെ മുഖം, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. ആദ്യത്തേത് സമർപ്പണത്തിന്റെ ആന്തരികമായ ചൈതന്യം നോമ്പിലൂടെ പൂർത്തീകരിച്ചതിന്റെ ആഘോഷമാണെങ്കിൽ, ബലിപെരുന്നാൾ എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ ബാഹ്യ ചൈതന്യം ഖുർബാനിലൂടെ, ബലിയിലൂടെ പൂർത്തീകരിക്കുന്ന ആഘോഷമാണ്. അറിയപ്പെട്ട എല്ലാ മതങ്ങളിലും ബലിയുണ്ട്, മനുഷ്യബലിയുണ്ട്.
അനുഷ്ഠാനപൂർവം ദൈവങ്ങൾക്ക് നൽകുന്ന ഉപഹാരമായിട്ടാണ് അവർ മനുഷ്യബലിയെ കാണുന്നത്. മതം മാത്രമല്ല, മതേതര ലോകം പോലും ഒരർത്ഥത്തിൽ മനുഷ്യകുരുതിയെ ഉദാത്തമായി കാണുന്നുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിലെ ബലി വേറിട്ട് നിൽക്കുന്നത്. എന്താണ് ഇസ്ലാമിലെ ബലി എന്ന് പറയുന്നത്? ത്യാഗത്തെക്കുറിച്ചുള്ള ഉദാത്തമായ സങ്കല്പമാണ്. ഇതേതാണോ പറയാനോ ഉള്ളതല്ല, നമുക്ക് ആചരിക്കാനുള്ളതാണ്. ത്യാഗത്തെക്കുറിച്ചുള്ള വലിയ സന്ദേശമാണ് ബലി നൽകുന്നത്. ഇസ്ലാമിലെ ബലി എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണ് ബലിയുടെ ആദ്യത്തെയും അവസാനത്തെയും അർത്ഥം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. തഖ്വയാണ് ബലി, ജീവിത സൂക്ഷ്മതയാണ് ബലി. വിട്ടുകൊടുക്കാത്ത ആദർശത്തിനു വേണ്ടിയാണ് എല്ലാ വിട്ടുകൊടുക്കലുകളും എന്നതാണ് ബലിയുടെ ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത്. സ്വന്തം ജീവൻ അഗ്നിക്ക് വിട്ടുകൊടുത്താലും വിട്ടുകൊടുക്കാത്ത ആദർശത്തിന്റെ ആത്മസ്ഫുലിംഗങ്ങൾ പേറിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മളോട് പറയുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാവുന്നതുപോലെ ഇബ്രാഹിം നബിയുടെ ജീവിതം പ്രാർത്ഥന നിർഭരമായിരുന്നു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. അല്ലാഹുവേ, ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്ന മുഅ്മിനീങ്ങളാക്കി മാറ്റി തീർക്കണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന, വവസ്സാ ബിഹാ ഇബ്രാഹിം ബിബനി വവസ്സാ ബിഹാ ഇബ്രാഹിം ബനി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ഈ ദീനിനെ തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. നമ്മളൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. 900 കോടി മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിൽ 700 കോടി മനുഷ്യർക്കും കിട്ടാത്തൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ നമ്മൾ ജനിച്ചു എന്നതാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കുമ്പോഴും മുസ്ലിങ്ങളായിട്ട് തന്നെ മരിക്കണം എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അതായത് കുടുംബം, മക്കൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൗമാര കാലഘട്ടത്തിലെ കുട്ടി എന്ന് പറയുന്നത് കൊടുങ്കാറ്റിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അവരെ പ്രകോപിപ്പിക്കരുത്. അവരെ സ്നേഹത്തോടെ തഴുകാനും തലോടാനും ഈ ദീനിന്റെ മാർഗത്തിൽ അവരെ വളർത്താൻ നമുക്ക് പറ്റണം. ദീനിന്റെ മാർഗത്തിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ആ മൂശയിൽ ദീനിന്റെ ആ വിളക്കുമാറത്തിന് കീഴിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെക്കാൾ അപകടകാരി, നമ്മുടെ മക്കളെക്കാൾ അപകടകാരികൾ ഈ നാട്ടിൽ വേറെ ഒരാളും ഉണ്ടാവുകയില്ല. 2017 ഒരു അത്ഭുതം സംഭവിച്ചു. എല്ലാവരും കേൾക്കണം. 2017 ഒരു അത്ഭുതം സംഭവിച്ചു. ഉത്തര ഗംഗാ തടത്തിലെ വന്യജീവി സങ്കേതത്തിൽ നിന്ന്, കുരങ്ങുകൾക്കിടയിൽ നിന്ന് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ കിട്ടുകയുണ്ടായി. കുരങ്ങുകളെ പോലെ നടക്കുന്ന, കുരങ്ങുകളെ പോലെ അലറുന്ന, കുരങ്ങുകളെ പോലെ ആഹാരം കഴിക്കുന്ന, കുരങ്ങുകളെ പോലെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന, തീർത്തും കുരങ്ങുകളെ പോലെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, 8 വയസ്സുകാരി പെൺകുട്ടി. ശാസ്ത്രം 18 അടവും പയറ്റി നോക്കി ഈ കുട്ടിയെ 2 കാലിൽ നടത്താൻ. പക്ഷേ ശാസ്ത്രം അമ്പേ പരാജയപ്പെട്ടു പോയി. ഇതൊന്നും ലോകം ചർച്ചയില്ല. ഈ ശാസ്ത്രലോകം, സ്വതന്ത്രവാദികളുടെ ലോകം, ഈ നാസ്തിക ലോകം, ഫ്രീ തിങ്കേഴ്സിന്റെ ലോകം, അവരൊന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ല. ചർച്ച ചെയ്താൽ അവസാനം ഇസ്ലാമിൽ ചെന്നുമുട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ മനുഷ്യർ എത്ര മൃഗങ്ങളെ വളർത്തുന്നുണ്ട്.
പോത്തിനെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു, എരുമയെ വളർത്തുന്നു, കുതിരയെ വളർത്തുന്നു, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. പക്ഷേ അവയൊന്നും മനുഷ്യരെ പോലെയാകുന്നില്ല. എന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞ് മൃഗത്തോടൊപ്പം ചേരുമ്പോൾ ആ മനുഷ്യക്കുഞ്ഞ് മൃഗമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് സ്കൂളിംഗ് ഇല്ലെങ്കിൽ, അവർക്ക് പ്രവാചകന്മാരില്ലെങ്കിൽ, അവർക്ക് മശായിഖന്മാരില്ലെങ്കിൽ, അവർക്ക് നേരും നെറിയും പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരില്ലെങ്കിൽ, നേരും നെറിയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കുടുംബഘടനയെ അല്ല, നേരും നെറിയുമുള്ള വാപ്പയും ഉമ്മയുമുള്ള ഒരു കുടുംബഘടനയിലല്ല, ഒരു കുടുംബാന്തരീക്ഷത്തിലല്ല അവർ വളരുന്നത് എങ്കിൽ, ദീനിന്റെ മജ്ലിസുകളിൽ നമ്മൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മക്കളെക്കാൾ അപകടകാരികൾ ഈ ദുനിയാവിൽ മറ്റൊരാളും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് ഉപദേശിക്കാൻ കഴിയണം. ഉമ്മമാരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കാൻ കഴിയണം. അഭിരുചി മാറിയ പുതിയ തലമുറയാണ് നമ്മുടെ കൈകളിലുള്ളത്. അവർ വല്ലാത്തൊരു വയലൻസിന്റെ ലോകത്താണ് നമ്മുടെ മക്കളുള്ളത് എന്ന് അവരുടെ ഭാഷ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുതിയ തലമുറ ജെൻസി പിള്ളേർ ഒരു കാര്യം നന്നായാൽ പറയുക പൊരിച്ചു എന്നാണ്, തകർത്തു എന്നാണ്, കിടുക്കി എന്നാണ്. ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഹിംസാത്മകതയെ ദ്യോതിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവരോട് സ്നേഹപൂർവം പെരുമാറാനും ഇടപഴകാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഹിദായത്ത്, നേർവഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സംസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംസമിനെ കുറിച്ച് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സംസം അത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് ഒഴുകുന്ന ഒരു നദിയാകുമായിരുന്നു എന്നാണ്. സംസം എന്നാൽ മതി, മതി എന്നാണ് അർത്ഥം. ഹാജർ ആ വാക്ക് പറഞ്ഞത് എല്ലാവരോടുമാണ്. പോരാ പോരാ എന്ന ആർത്തിയുടെ മനസ്സിൽ നിന്ന് മതി എന്ന് പറയാൻ നമ്മൾ ശീലിച്ചു തുടങ്ങണം. ഭൗതിക പ്രമത്തത, ഈ ദുനിയാവിനോടുള്ള ആർത്തി എന്നത് നമുക്ക് ഒരിക്കലും ഒരാനന്ദവും ഒരു മനസ്സുഖവും പകരുകയില്ല എന്നതിന് ഒരു ഗുരു നൽകിയ ഒരു മോഡലുണ്ട്. അയാൾ ഒരു കുട്ടിയെ വിളിക്കുന്നു, എന്നിട്ട് ഒരു ആപ്പിൾ കൊടുക്കുന്നു, കുട്ടി തിരിച്ചു പോകുന്നു, വീണ്ടും കുട്ടിയെ തിരിച്ചു വിളിച്ചിട്ട് രണ്ടാമതൊരു ആപ്പിൾ കൊടുക്കുന്നു, കുട്ടിയുടെ ചിരിമായുന്നു, അങ്ങനെ ആ കുട്ടി നടന്നു പോകുന്നു, വീണ്ടും ആ കുട്ടിയെ തിരിച്ചു വിളിച്ചിട്ട് മൂന്നാമതൊരു ആപ്പിൾ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. കുട്ടിക്ക് മുഖം ആകെ മാറി, തുള്ളിച്ചാട്ടമില്ല, സന്തോഷമില്ല, ആരവമില്ല, കുട്ടിക്ക് ആ ആപ്പിൾ കഴിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ദുനിയാവ് വാരിക്കൂട്ടിയ പലർക്കും അത് കഴിക്കാനുള്ള യോഗം പോലും ഉണ്ടായിട്ടില്ല. അവർ അസ്വസ്ഥരായി ജീവിക്കുകയാണ്. അതുകൊണ്ട് പരലോകം മറന്നുകൊണ്ട്, ഖുർആൻ മറന്നുകൊണ്ട്, ദീനിയായ ജീവിതം മറന്നുകൊണ്ട് ദുനിയാവിന്റെ പുറകെ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അൽഹംദുലില്ലാഹ്, അത് മതി എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ മാനസികാരോഗ്യത്തോടുകൂടി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഇഖ്ലാസ് പറഞ്ഞുകൊണ്ട് നമുക്ക് മരിക്കാനുള്ള ഭാഗ്യവും കിട്ടും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരോടുമായി രണ്ട് ഉപദേശങ്ങൾ. ഒന്ന്, ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. ആരോഗ്യം എന്ന് പറയുന്നത് വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് ഒരു അമാനത്ത് കൂടിയാണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏർപ്പാടുകളിൽ നമ്മൾ മുഴുകാതിരിക്കുക. രണ്ടാമതായി പെൺകുട്ടികളോടാണ്. പെൺകുട്ടികളോട് പറയാനുള്ളത്, ഒരുപാട് കഴുകന്മാർ നിങ്ങളെ റാഞ്ചിയെടുക്കാൻ തക്കം പാർത്തിരിക്കുന്നു. ആ കഴുകന്മാർക്ക് ഇരകളാകാതിരിക്കാൻ നിങ്ങൾ സദാ ജാഗ്രത പാലിക്കണം. അവർ പലതും നിങ്ങൾക്ക് തരും.
അവർ ആഗ്രഹിക്കുന്നത് നിന്നെയല്ല, നിന്റെ ശരീരത്തെയാണ് എന്ന് തിരിച്ചറിയുക. വാപ്പയെയും ഉമ്മയെയും ശത്രുവിനെ പോലെ കാണാതിരിക്കുക. പൂന്തോട്ടത്തിന് ചുറ്റും അവർ വേലി കെട്ടുന്നത് പൂവിനോട് വെറുപ്പുണ്ടായിട്ടല്ല എന്ന് കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെരുന്നാൾ ആഘോഷമാണ്, ആനന്ദമാണ്, ആഹ്ലാദമാണ്. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങൾക്കും എന്ന പോലെ ആഘോഷത്തിനും ഇസ്ലാമിൽ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ പരിധി നമ്മൾ ലംഘിക്കരുത്. ആഘോഷം പോലും ഇബാദത്താണ് എന്ന് നമ്മൾ മറക്കരുത്. അതേസമയം പ്രത്യേകമായി പറയാനുള്ളത് ISM-ന്റെ ഈദ് സദഖ, അതിനെ നമ്മൾ പരമാവധി വിജയിപ്പിക്കണം. കാര്യമായി നിങ്ങൾ സംഭാവന ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് റബ്ബ് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആരോഗ്യത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും ഇണകളിലും തുണകളിലും കുടുംബത്തിലും അല്ലാഹു ഐശ്വര്യവും ധന്യതയും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് വേദനകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ വേദനകളെയും റബ്ബേ നീ ദൂരീകരിച്ച് തരണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രധാനമാണ് റബ്ബേ. നിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്നുണ്ട്. അക്രമികളെ നീ കൈകാര്യം ചെയ്യണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല വിദ്യാഭ്യാസം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് നല്ല മക്കളെ, നല്ല ഇണകളെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സ്വാലിഹായ സന്താനങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നിന്റെ പ്രവാചകൻ ഇബ്രാഹീമിനെ പോലെ ജീവിതത്തിലുടനീളം തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അവസാനം സ്വർഗം പുൽകാനും അവസാനം ആ സ്വർഗത്തിൽ കയറി നിന്റെ വജ്ഹ് കാണാനുമുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എറിയപ്പെട്ടതുപോലെ ഞങ്ങളും ചെറിയ ചെറിയ അഗ്നികളിൽ എറിയപ്പെടുന്നുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവിടെയൊക്കെ നീ ജലത്തുള്ളിയായി കുളിർമഴയായി നീ ഞങ്ങൾക്ക് അവതരിക്കണമേ റഹ്മാനെ. ഏതൊരു വരണ്ട ഭൂമിയിലും കുളിരായി സംസം പ്രവഹിക്കും എന്ന വലിയ പാഠം മഹദി ഹാജർ അലൈഹിസ്സലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ പ്രതീക്ഷ നിലനിർത്താൻ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.